വയലാർ PRC റൂഫിഡ് വോളിബോൾ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. മന്ത്രി പി പ്രസാദ് സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വയലാർ ഗ്രാമത്തിൽ പുതുതലമുറയുടെ കായിക മികവിനായി പ്രവർത്തിക്കുന്ന വയലാർ PRCയിൽ അന്താരാഷ്ട്ര മികവിൽ സൗകര്യങ്ങൾ ഒരുങ്ങി. പുതുതായി നിർമ്മിച്ച മേൽക്കൂരയുള്ള വോളിബോൾ സ്റ്റേഡിയവും അക്രലിക് വോളിബോൾ കോർട്ടും നാടിനായി തുറന്നു നൽകി. മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 45 ലക്ഷം വിനിയോഗിച്ചാണ് അന്താരാഷ്ട്ര മാനദണ്ഡ പ്രകാരമുള്ള മേൽക്കൂരയുള്ള വോളിബോൾ സ്റ്റേഡിയം ഒരുക്കിയത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് അക്രലിക് വോളിബോൾ കോർട്ടിനായി 25 ലക്ഷം അനുവദിച്ചത്. സമ്മേളനത്തിൽ KP നടരാജൻ അധ്യക്ഷത വഹിച്ചു. മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി സ്റ്റേഡിയവും മന്ത്രി സജി ചെറിയൻ അക്രലിക് കോർട്ടും ഉദ്ഘാടനം ചെയ്തു. KC വേണുഗോപാൽ MP മുഖ്യപ്രഭാഷണം നടത്തി. മീറ്റിംഗിൽ അവിടെ ഇരിക്കുമ്പോഴല്ല അദ്ദേഹം ഇടയ്ക്ക് പുറകോട്ട് തിരിഞ്ഞു നിന്ന് സർക്കാരിൻ്റെ ഭാര്യയോട് ചോദിക്കും, അവൻ വന്നില്ല ഇല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് അവർ എന്നോട് ചോദിക്കും, വയലാറിൻ്റെ കവിത അറിയാമോ എന്ന്. പിണറായി ചേട്ടൻ നിന്നപ്പോൾ ഒരു ഇടയിലൂടെ വയലാർ എന്ന അനുഗ്രഹീതനായ കേരളത്തിൻ്റെയും മലയാളിയുടെയും ലോകത്തിൻ്റെയും മുമ്പിൽ നമുക്കെന്നും മലയാളത്തിൻ്റെ വളരെ അഭിമാനത്തോട് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വയലാർ രാമവർമ്മയെ കുറിച്ച് ഓർത്ത് അദ്ദേഹത്തിൻ്റെ കവിതകളിലേക്ക് പോയി. അന്ന് ശ്രീ വയലാറിൻ്റെ ആ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, നിനക്ക് അറിയുമോ വയലാർ രാമവർമ്മയെ? ഐഷ അറിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് എന്തെല്ലാം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ ആ കവിതയിൽ എത്രയോ വരികൾ അദ്ദേഹം ആ സ്റ്റേജിൽ അവിടെ ഇരുന്ന് ചൊല്ലി എന്നത് ഒരു അത്ഭുതകരമായി അപ്പോഴും ഇപ്പോഴും എനിക്ക് തോന്നുന്നു. വയലാർ ചെന്ന് പറഞ്ഞു, കേരളത്തിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികളെ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് കല്യാണം കഴിച്ച് അയപ്പിച്ചത് ഒരു ദുരാചാരത്തെ അവസാനിപ്പിക്കുക ആ ഒറ്റ കവിതയാണ് കാരണമായത്. നിനക്കറിയുമോ? വീണ്ടും ചോദിക്കുകയാണ്. ആയിഷ ഉമ്മാടെ പുന്നാര മോനാണ് എന്നുള്ള വരികൾ ചൊല്ലിക്കുന്നു. ഈ മണ്ണിലേക്ക് എത്തുമ്പോൾ അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത് ഒരു വൈകാരികമായ അംശമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പന്ത്, കളി, അതിനെല്ലാം പ്രാധാന്യവും പ്രാമുഖ്യവുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഹൃദയബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് കണ്ടുപഠിക്കേണ്ടുന്ന ഒരു ഹൃദയബന്ധം, മനസ്സിലാക്കേണ്ടുന്ന ഒരു കൂട്ടായ്മ, എല്ലാത്തരം രീതികളെയും മാറ്റിവെച്ചിട്ട് യോജിപ്പിൻ്റെ തലങ്ങളിലേക്ക് എത്തുന്ന സാധാരണക്കാരായ മനുഷ്യർ അവിടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് സ്നേഹം എന്ന വികാരം. ആ വികാരമാണ് അജയ് ചേട്ടൻ്റെ കണ്ണിനെ അല്പനേരമെങ്കിലും ഒന്ന് ഈറനണിയിക്കുന്ന തരത്തിലേക്ക് എത്തിയത്. ആ വികാരമാണ് നമ്മളെ എല്ലാവരെയും ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട ഘടകം. എങ്ങനെയാണ് ആ കൂട്ടായ്മയിൽ ഞാനും പങ്കാളിയാവുക എന്ന് ഞാൻ ആലോചിക്കുകയും ഒരു ദിവസമാണ് ഒരു സംഘം ആളുകളുമായി ശിവപ്രസാദ് കയറി വരുന്നത്. PRCയെക്കുറിച്ച് നീണ്ടു നിൽക്കുന്ന ഒരു അവതരണം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെന്നൊന്നും പറയുന്ന ഒരു കഥയുമില്ല. എല്ലാത്തിനൊപ്പവും തലകുലുക്കി ഓരോ കാര്യങ്ങളുമായി അജയ്